താതനും സുതനും സ്നേഹം പങ്കുവച്ചു. ഗത്സമേ തേങ്ങിക്കരഞ്ഞു. താതനും സുതനും സ്നേഹം പങ്കുവച്ചു. ഗത്സമേ തേങ്ങിക്കരഞ്ഞു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ പ്രത്യേകമായി ധ്യാനിക്കുന്ന വിശുദ്ധ വാരത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. സാർവത്രിക സഭയിൽ വലിയ ആഴ്ച എന്ന പേരിലും വിശുദ്ധ വാരം എന്ന പേരിലുമാണ് ഈ ആഴ്ച അറിയപ്പെടുന്നത്. ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെ എത്തി നിൽക്കുന്ന ഈ വിശുദ്ധ വാരത്തിൽ പ്രധാനമായും നമ്മൾ ചിന്താവിഷയമാക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെയും പ്രത്യേകമായി രാജകീയമായ ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ പ്രവേശനത്തെ അനുസ്മരിക്കുന്ന ഓശാന ഞായർ ആചരണത്തിൽ തുടങ്ങി നമ്മുടെ കർത്താവിൻ്റെ പെസഹ ആചരണത്തെ സ്മരിക്കുന്ന പെസഹ വ്യാഴാഴ്ച ആചരണവും കർത്താവിൻ്റെ പീഡാസഹനവും മരണവും അനുസ്മരിക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയും അതോടൊപ്പം തന്നെ യേശുവിൻ്റെ മൃതസംസ്കാരത്തിൽ ദുഃഖിതരായി കഴിയുന്ന ശിഷ്യന്മാരെ അനുസ്മരിക്കുന്ന ദുഃഖശനിയാഴ്ച ആചരണവും ഒപ്പം തന്നെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ ഉത്ഥാനത്തെ അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഉയർപ്പ് ഞായറാഴ്ചയും ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ വാരം. ഈ വിശുദ്ധ വാരത്തിലെ രണ്ടാം ദിനമായ ഇന്ന് ചൊവ്വാഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 47 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോ അവിടെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് ഒരുക്കമായുള്ള അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന പശ്ചാത്തലത്തിൽ ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകുന്ന പ്രബോധനമാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. 6-ാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവനുണ്ടാകാൻ വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയുമെന്നവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകുന്ന പ്രബോധനങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് ഈശോ ചെയ്തിരിക്കുന്നത്. ഈശോൻ്റെ പ്രബോധനത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന പശ്ചാത്തലം. അതിൻ്റെ കോണ്ടക്സ്റ്റിലാണ് ആ അപ്പം തേടി യേശുവിനെ അന്വേഷിച്ചെത്തിയ ജനങ്ങളോടാണ് ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്നത്. അവിടെ ഈശോ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ ഈ സുവിശേഷ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ 2 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഈശോ പറയുന്നത് ജീവൻ്റെ അപ്പമായ ഈശോയെക്കുറിച്ചും
അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമായ ഈശോയെക്കുറിച്ചും ഈശോ നൽകുന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ചും യോഹന്നാൻ സുവിശേഷകൻ ഇവിടെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈശോ ആദ്യം പറയുന്നത് യേശു ആകുന്ന അപ്പത്തെക്കുറിച്ചാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണെന്നാണ് ഈശോ പറയുന്നത്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ യേശുവാകുന്ന അപ്പത്തെ നമ്മൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ആ യേശുവിനെ സ്വീകരിക്കുകയും ആ സ്വീകരണം നമ്മുടെ ഹൃദയത്തിലെ അംഗീകാരമായിട്ട് യേശുവിനെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനായി അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ യേശുവിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ യേശുവിൽ വിശ്വസിക്കുന്നത് വഴി, ആ യേശുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറയുന്നത് വഴി സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമായ യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം പറയുന്നുണ്ട്: ലോകത്തിൻ്റെ വെളിച്ചമായിരുന്ന മിശിഹ മനുഷ്യനായിട്ട് അവതരിച്ചു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് വരം നൽകി. ഇപ്പൊ ദൈവത്തിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, വചനം മാംസമായി അവതരിച്ച യേശുവാകുന്ന ആ വ്യക്തിയെ, അല്ലെ യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് വരം നൽകിയെന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. തന്നെ വിശ്വസിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് വരം നൽകി. അതിൻ്റെ അർത്ഥം യേശുവിനെ സ്വീകരിക്കലാണത്. യേശുവിനെ രക്ഷകനും നാഥനുമായി ദൈവം അയച്ച അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചവർക്കും സ്വീകരിച്ചവർക്കും ദൈവമക്കളാകാനുള്ള വരം പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 20-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് യോഹന്നാൻ സുവിശേഷകൻ യേശുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷം എഴുതിയത് തന്നെ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. ഞാൻ ഇവയെല്ലാം എഴുതിയിരിക്കുന്നത് ഈശോ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇത് നമ്മൾ ചെയ്യുന്നത് മാമോദീസായിലൂടെയാണ്. യേശുവിനെ രക്ഷകനും നാഥനുമായി നമ്മുടെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിനെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അംഗീകരിക്കുകയാണ്, ഞാൻ സ്വീകരിക്കുകയാണ്. ഈ ഒരു അർത്ഥത്തിൽ കൂടി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കാണണം. 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണണം. അവിടെ ഈശോ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയും മന്ന ഭക്ഷിച്ചു, പക്ഷെ അവർ മരിച്ചുപോയി. എന്നാൽ അതുപോലെയല്ല ഈ അപ്പം എന്ന് ഈശോ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോയാകുന്ന അപ്പത്തെക്കുറിച്ചാണ് ആദ്യ ഭാഗം പറയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 മുതൽ വാക്യങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോ നൽകുന്ന അപ്പത്തെക്കുറിച്ചാണ്. ഒന്ന് ഈശോയാകുന്ന അപ്പവും ഒന്ന് ഈശോ നൽകുന്ന അപ്പവും. അവിടെയാണ് ഈശോ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം 2-ാം ഭാഗം, ബി എന്ന് പറഞ്ഞ ആ വാക്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആ 2-ാം വാക്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. കണ്ടോ, ഈശോ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. എന്നിട്ടാണ് ഈശോ പറയുന്നത്, 2-ാം ഭാഗം തുടങ്ങുകയാണ്. എന്താണ്? ലോകത്തിന് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അപ്പം യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം ജീവൻ ഉണ്ടാകാൻ വേണ്ടി ഈശോ നൽകുന്ന അപ്പമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശോ വിശുദ്ധ കുർബാന നൽകി തൻ്റെ ശരീരവും രക്തവും നമുക്ക് പകുത്ത് നൽകുകയാണ്. ഈ വാഗ്ദാനമാണ് ഈശോ പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് വഴി പൂർത്തിയാക്കിയത്. എന്താണ്? അവിടുന്ന് പെസഹ വ്യാഴാഴ്ച പെസഹ ആചരണത്തിൻ്റെ ഭാഗമായി അവിടുന്ന് അന്ത്യത്താഴ വേളയിൽ പെസഹ ഭക്ഷണം കഴിഞ്ഞ് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. എന്നിട്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞ്
ശിഷ്യന്മാരെ ആ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈശോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി തൻ്റെ പെസഹ അന്ത്യത്താഴ വിരുന്നിൻ്റെ അല്ലെങ്കിൽ അന്ത്യത്താഴത്തിൻ്റെ ആചരണത്തിന് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കർത്താവ് നൽകിയ ഈ പ്രബോധനം പൂർത്തീകരിക്കപ്പെട്ടത് പെസഹ ആചരണത്തിൻ്റെ കോണ്ടസ്റ്റിലാണ്. അവിടുന്ന് ചെയ്ത 4 കാര്യങ്ങൾ, ആ പെസഹ ആചരണത്തിൽ ഈശോ ചെയ്തതായ അല്ലെ പെസഹ ആചരണത്തിന് ശേഷം അന്ത്യത്താഴത്തിന് ശേഷം ഈശോ ചെയ്ത ആ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നും വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആചരിക്കുന്നത്. അവിടുന്ന് 4 കാര്യങ്ങൾ ചെയ്തതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അന്ത്യത്താഴത്തിന് ശേഷം അവിടുന്ന് അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടാണ് പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അനന്തരം പാനപാത്രവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ഈശോ പറയുകയാണ്, ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവിടുന്ന് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയവുമായി നൽകുന്നു വിശുദ്ധ കുർബാനയിലൂടെ. ആ കുർബാന സ്ഥാപിക്കപ്പെട്ടതാകട്ടെ അന്ത്യത്താഴത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഇനി ആ ബലിയുടെ ജീവിതം അവിടുന്ന് പൂർത്തിയാക്കി ദുഃഖവെള്ളിയാഴ്ച കുരിശൻ മരിക്കുന്നതിലൂടെ അവിടുത്തെ ശരീരം വിഭജിക്കപ്പെടുന്നു, രക്തം ചിന്തപ്പെടുന്നു. അങ്ങനെ ലോകത്തിന് മുഴുവനുമായി തൻ്റെ ശരീരവും രക്തവും അവിടുന്ന് ദാനം ബലിയായിട്ട് അർപ്പിക്കുകയാണ്. പരമപിതാവിന് സ്വയം സമർപ്പിക്കുന്നു, അതുവഴി നമുക്ക് രക്ഷ കൈവരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ കുർബാനയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓരോ വിശുദ്ധ ബലിയിലും ആ അന്ത്യത്താഴത്തിൻ്റെ പുനരാവിഷ്കരണം നടക്കുകയാണ്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാണ് ഈ വിശുദ്ധ കുർബാന ആചരണം അവിടുന്ന് ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചത്, അല്ലെ സഭയെ ഫലമേൽപ്പിച്ചത്. ആ സഭ വിശ്വസ്തതാപൂർവം ഈ ആചരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ പെസഹായുടെ ആചരണം ഓരോ ബലിയിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, തുടർന്നു കൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ന് ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും ഈ ആചരണം പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. ഓരോ വൈദികനും കർത്താവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അന്ത്യത്താഴവേളയിൽ ഈശോയാണ് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിയത്. അതിന് പകരം ഇന്ന് ഓരോ വിശുദ്ധ ബലിയിലും വൈദികൻ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ജനങ്ങൾ ഒരുക്കി സമർപ്പിക്കുന്നതായ അപ്പവും മീനും കൈകളിലെടുത്ത് കാഴ്ച സമർപ്പിക്കുമ്പോൾ അന്ത്യത്താഴവേളയിൽ അവിടുന്ന് അപ്പം എടുത്തതിനെ നമ്മൾ അനുസ്മരിക്കുന്നു. വീണ്ടും ആ അപ്പം ആശീർവദിക്കുന്നു. ഹുദാശ വചനങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ആവാഹന പ്രാർത്ഥനയിലൂടെയും ആ വിശുദ്ധ സമർപ്പിക്കപ്പെട്ട അപ്പത്തെയും മീനിനെയും ആശീർവദിക്കുന്നത് വഴി ആ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നടക്കുകയാണ്, കോൺസക്രേഷൻ. ആ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ആ അപ്പത്തിൻ്റെയും മീനിൻ്റെയും മേൽ ആവസിച്ച് അതിന് നമ്മുടെ കർത്താവിൻ്റെ ജീവദായകമായ ശരീരവും രക്തവുമാക്കി മാറ്റുകയാണ്. അവിടെ ഒരു ട്രാൻസബ്സ്റ്റാൻസിയേഷൻ നടക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വഴിയാണ് അത് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വഴി നമ്മൾ സമർപ്പിക്കുന്ന അപ്പവും മീനും കർത്താവിൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റപ്പെടുന്നു. ഇതാണ് കത്തോലിക്കാ സഭയുടെ വിശ്വാസം. അവിടെ കർത്താവിൻ്റെ ഉദ്ധിതനായ കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പത്തിലും വീഞ്ഞിലും. അതുവഴി ഈ അപ്പം നമ്മൾ വീണ്ടും വരുന്നത് അപ്പം എടുക്കുന്ന കർത്താവ്, അപ്പം ആശീർവദിക്കുന്ന കർത്താവ്. പിന്നീട് നമ്മൾ കുർബാനയിൽ കാണുന്നത് വിഭജന ശുശ്രൂഷയാണ്. ആ ഓസ്തി വിഭജിക്കപ്പെടുന്നു. അന്ത്യത്താഴത്തിൽ ഈശോ അപ്പം മുറിച്ചതുപോലെ വൈദികൻ യേശുവിൻ്റെ നാമത്തിൽ അപ്പം മുറിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? പങ്കുവയ്ക്കാൻ വേണ്ടി. അതാണ് വിഭജന ശുശ്രൂഷ. വിഭജിക്കപ്പെടുന്നു. അപ്പം എടുക്കുന്നു, ആശീർവദിക്കുന്നു, മുറിക്കുന്നു. 4ാമത്തെ ഭാഗം നമുക്കറിയാം, വിശുദ്ധ കുർബാന നൽകലാണ്. അപ്പം കൊടുത്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് വൈദികൻ കൈമാറുന്നത്, അല്ലെ വിശ്വാസികൾക്ക് നൽകുന്നത്. വിശ്വാസികൾ ആമേൻ പറഞ്ഞുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത്. എൻ്റെ അർത്ഥം, ആ ഈശോ നൽകുന്ന അപ്പം, ഈശോ പറഞ്ഞ വചനം പൂർത്തീകരിക്കപ്പെടുന്നു. ലോകത്തിന് ജീവനുണ്ടാകാൻ വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്, ഞാൻ നൽകുന്ന പാനപാത്രം എൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് ഈശോ നൽകുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് ധന്യരാക്കപ്പെടുന്ന നമ്മൾ, ശക്തരാക്കപ്പെടുന്ന നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങി കർത്താവിന് സാക്ഷികളായി ജീവിക്കുവാൻ സാധ്യതയുള്ളവരായിത്തീരുന്നു. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ശക്തി. 2ാം വത്തിക്കാൻ കൗൺസിൽ കൂടിയപ്പോൾ തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധന രേഖയിൽ
കൃത്യമായിട്ട് പറയുകയാണ്, വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രവും പരമോന്നത പ്രകാശനവുമാണെന്നാണ് പറഞ്ഞിരിക്കുക. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന ക്രൈസ്തവരായ നമ്മുടെ ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്, ശക്തിയുടെ ഉറവിടമാണ്. വിശുദ്ധ കുർബാനയിൽ നിന്നാണ് നമ്മൾ ശക്തി സ്വീകരിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. ജീവിതത്തിൽ നന്മകളെല്ലാം ചെയ്ത് കർത്താവിന് സാക്ഷ്യം വഹിച്ച് തിരിച്ച് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് എത്തി ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതമെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കുർബാനയില്ലെങ്കിൽ സഭയില്ല. ആ അപ്പോൾ തന്നെ സഭയില്ലെങ്കിൽ വിശുദ്ധ കുർബാനയുമില്ല. അപ്പം സഭയെ ശക്തിപ്പെടുത്തുന്ന വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന സാധ്യതമാകുന്നത് സഭയിലാണ്. ഈശോ നമുക്കായി സ്ഥാപിച്ച് നൽകിയ വിശുദ്ധ കുർബാനയാകുന്ന മഹാദാനത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാൻ വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് പെസഹ വ്യാഴാഴ്ച കൂടുതലായി നമുക്ക് ശ്രദ്ധിക്കാം. അതിനൊരുങ്ങുന്ന ഈ ദിവസം, ഈ സമയം കർത്താവെ അങ്ങ് നൽകിയ അവിടുത്തെ ദിവ്യദാനമായ വിശുദ്ധ കുർബാനയെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈശോ നൽകുന്ന ഈ ജീവൻ്റെ അപ്പം സ്വീകരിച്ച് ശക്തി നേടി യേശുവിനെ സാക്ഷികളായി തീരാൻ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. പഴയ നിയമത്തിൽ സീൻ മരുഭൂമിയിൽ വെച്ച് മന്ന വർഷിച്ചവരെ ശക്തിപ്പെടുത്തിയ അതേ ദൈവം ഈ വിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് നമ്മളെയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ബോധ്യത്തോടു കൂടി യോഗ്യതയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചും ശക്തരായി തീരാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായമായ ശരീരരത്നങ്ങൾ നൽകി ഞങ്ങളെ ധന്യരാക്കി ഞങ്ങളുടെ കാരുണ്യത്തെ വാഴ്ത്തുന്നു. അത്യുന്നതമായ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുർബാനയാകുന്ന മഹാദാനത്തെക്കുറിച്ച് ചിന്തയുള്ളവരും ഓർമ്മയുള്ളവരുമായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആ വിശുദ്ധ കുർബാനയുടെ മഹത്വവും ശക്തിയും മനസ്സിലാക്കി ജീവിതത്തിൽ വിശുദ്ധ ബലിയിലൂടെ ശക്തി നേടി അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വിരുദ്ധമാകുന്ന എല്ലാ ശക്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും കർത്താവെ ഞങ്ങളെ അങ്ങ് കാത്തുകൊള്ളണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനും സുതനും സ്നേഹം പങ്കുവച്ചു ഗത്സമേ തേങ്ങിക്കരഞ്ഞു. താതനും സുതനും സ്നേഹം പങ്കുവച്ചു